2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം നഷ്ടപ്പെട്ട് ബിജെപിക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ ഉൾപ്പെടെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ ബിജെപി കൈവിട്ടപ്പോൾ ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് വലിയ മുന്നേറ്റമാണ്. ബംഗാളിൽ മമതാ ബാനർജി കരുത്തുകാട്ടിയപ്പോൾ ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ എഫക്ട് ഫലം കാണാതെ പോയി. മോദി മുന്നോട്ട് വെച്ച 400 സീറ്റ് എന്ന നേട്ടം കൈവിട്ട ബിജെപി 2019 മോശം അവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തിയത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ പോലും ബിജെപിക്ക് കഴിഞ്ഞില്ല. ഇത്തവണ 240 സീറ്റുകൾ മാത്രമാണ് ബിജെപിക്കുള്ളത്. രാജസ്ഥാനിൽ 11 സീറ്റ് കൈവിട്ട ബിജെപി 14 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ഹരിയാനയിൽ 10-ൽ നിന്നും ബിജെപി 5-ലേക്ക് താഴ്ന്നു. പഞ്ചാബിൽ കോൺഗ്രസ് 7 സീറ്റ് നേട്ടമുണ്ടാക്കിയപ്പോൾ ബിജെപിക്ക് 1 സീറ്റ് പോലും നേടാൻ കഴിഞ്ഞതുമില്ല. മധ്യപ്രദേശിലെ 29 സീറ്റുകളും ഇത്തവണ ബിജെപിക്ക് ഒപ്പം നിന്നതാണ് നേട്ടമായി പറയാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിലും സമാനതകളില്ലാത്ത തകർച്ചയാണ് ബിജെപി നേരിട്ടത്. യുപിയിൽ ബിജെപി 32 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ സമാജ്വാദി പാർട്ടി 38 സീറ്റുകളിൽ കരുത്തുകാട്ടി. കോൺഗ്രസ് 6 സീറ്റ് നേടിയപ്പോൾ മായാവതിക്ക് 1 സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. അമേഠിയിലെ സ്മൃതി ഇറാനിയുടെ തോൽവിയും വാരണാസിയിൽ മോദി വിയർത്തതും ബിജെപിക്ക് വൻ തിരിച്ചടിയായി. മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യം മുന്നേറ്റം നടത്തി. കോൺഗ്രസ് 12 സീറ്റും ഉദ്ധവ് താക്കറെ പക്ഷം 8 സീറ്റ് നേടിയപ്പോൾ ബിജെപി 11-ലേക്ക് ഒതുങ്ങി. ദക്ഷിണേന്ത്യയിൽ കർണാടകയും തെലങ്കാനയും മാത്രമാണ് ബിജെപിക്ക് തുണയായത്. കർണാടകയിൽ 17 മണ്ഡലങ്ങൾ ബിജെപിക്കൊപ്പം നിന്നു. തമിഴ്നാട്ടിൽ DMK കരുത്തിൽ ഇന്ത്യ സഖ്യം മുന്നേറിയപ്പോൾ ബിജെപി ഒന്നുമല്ലാതായി. ആന്ധ്രയിൽ TDP 16 മണ്ഡലം നിലനിർത്തിയപ്പോൾ ജഗൻമോഹന്റെ YSR കോൺഗ്രസ് 4-ലേക്ക് തകർന്നു. അതേസമയം ദില്ലി 2019 സമാനമായി ബിജെപിക്കൊപ്പം നിന്നു. അരവിന്ദ് കെജ്രിവാൾ പ്രഭാവം ഫലം കാണാതെ പോയ ദില്ലിയിൽ 7 സീറ്റും ഇത്തവണയും ബിജെപിക്കൊപ്പം നിന്നപ്പോൾ ബംഗാൾ മമതയ്ക്കൊപ്പമാണ് നിന്നത്. ബിജെപി 12 സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തൃണമൂൽ 29 സീറ്റുകൾ നേടി. 2014-ലും 19-ലും കരുത്തുകാട്ടിയ ബിജെപി ഇത്തവണ മോദി പ്രഭാവം പോലും നഷ്ടപ്പെട്ട് കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാതെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ പതറുകയായിരുന്നു. ദില്ലിയിൽ നിന്നും വിഷ്ണു തൽവൂർ.